ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്, തഴുതാമ വെച്ചിട്ട് തോരൻ. ഈ തഴുതാമ എന്ന് പറയുന്നത് ഇതാട്ടോ, ഇതാണ് തഴുതാമ. ഇതിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു റോസ് കളറിലെ ഒരു പൂവുണ്ടാവും. ഈ ചെടി ഉണ്ടല്ലോ മഴക്കാലത്താണ് അത് കൂടുതലായിട്ട് കിളിച്ചു വരുന്നത്. അപ്പം പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും ഇത് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തോരനായിട്ടോ ഒഴിച്ചെറി പോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാം. ഇത് ഒത്തിരിയും ഔഷധ ഗുണമുള്ള ചെടിയാണെന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് സമൂലം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ശ്വാസം മുട്ടല്, ചുമ, പിന്നെ മൂത്രാശയ അസുഖങ്ങൾക്ക്, പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ആയുർവേദത്തിൽ ക്യാൻസറിനുള്ള മരുന്നിന് വേണ്ടിയിട്ടും ഈ ചെടി യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കർക്കിടക മാസം ആകാറായില്ലേ, അപ്പോൾ കർക്കിടക മാസത്തിലാണ് ഇതുപോലെയുള്ള ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പെട്ടതാണ് കൊഴുപ്പ, പിന്നെ ഈ ഒരു പാടത്തൊക്കെ ഉണ്ടാകുന്നൊരു ചീരയുണ്ട് അത്, പിന്നെ ചുർദനം, ചേമ്പ്, ചൊറിയുന്ന ചേമ്പുണ്ടല്ലോ അത്, അതിൻ്റെ ഇല തണ്ടൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ സാധാരണ ചേമ്പ്, നമ്മൾ വലിയ ചേമ്പൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ താള് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കും. അതൊക്കെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഈ മാസങ്ങളിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ കൂടുതലും മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും അസുഖമൊക്കെ വരാനായിട്ടൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ പറയുന്നത്. ഞാനിത് പരിപ്പ് ചേർത്തിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാനായിട്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അത് നല്ല രുചിയാണിത്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പറിച്ച് ഇതുപോലെ തളിര് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. മൂത്ത ഭാഗം എടുക്കണ്ട, തളിര് ഭാഗം എടുത്തേച്ചാൽ മതി കേട്ടോ. ആ മൂത്ത ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് വേഗത്തില്ല. ഇത് അധികം പൊങ്ങാതെ ഇങ്ങനെ തറയിൽ പടർന്ന് കിടക്കുന്ന ചെടിയാട്ടോ. ഇപ്പം മഴ സമയത്തെല്ലാം ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇത് നിറച്ച് നല്ലപോലെ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കട്ടെ. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് പൊടിമണ്ണ് കാണും. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കുറച്ചിങ്ങനെ കയ്യിൽ കൂട്ടിപ്പിടിച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇത് അരിയാൻ നല്ല സുഖമാട്ടോ. ഇതിൽ നമ്മൾ പിഞ്ചിലയല്ലേ പറിച്ചേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇത് കണക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പരിപ്പ് 1/2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ കേട്ടോ. കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫാക്കി. എന്നിട്ട് ഫുൾ പ്രഷർ പോയിട്ട് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അത്രയും മാത്രമേ വേകാൻ പാടുള്ളൂ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. ഇതിന് പരിപ്പ് എടുക്കുമ്പോഴത്തേക്കും കടലപ്പരിപ്പോ അല്ലെങ്കിൽ പീസ് പരിപ്പോ ആണ് എടുക്കേണ്ടത്. സാമ്പാർ പരിപ്പ് എടുക്കരുത് കേട്ടോ. ഇനി ഇതിന് ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, ഇത് ഫ്രഷ് തേങ്ങയാണ്. തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം 1 നുള്ള്, ചെറിയ ഉള്ളി 2 കഷ്ണം, 1 വെളുത്തുള്ളി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നതാണ്. ഇത് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും അരഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 വറ്റൽമുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകണം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇറക്കാം. ഇളക്കി കൊടുക്കാം. പരിപ്പ്,
മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. ഉപ്പ്, ഇലക്കറികളിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് ഉപ്പ് ചേർക്കരുത്. നമ്മൾ സാധാരണ കറിയിൽ ചേർക്കുന്ന പോലെ ഇലക്കറികളിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നത് തളിര ഇലയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ആ കുറച്ച് വെള്ളം മതി. പിന്നെ നമ്മൾ ഇല കഴുകിയൊക്കെ എടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാവും. ഇതുണ്ടോ, നമ്മൾ ഇട്ടപ്പോൾ തന്നെ നിറച്ചും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുങ്ങി ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് കൂട്ടി വെക്കാം. ഇത് നല്ല ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും, ഇല വേഗത്തുമില്ല കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരും. ഇതൊന്ന് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കണം കേട്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിവശം മാത്രമേ വേഗത്തുള്ളൂ, കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതുണ്ട്, ഇപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെന്ത് നല്ല ഉലർന്നു വരണം. ഇലക്കറികളൊക്കെ ഇളക്കുമ്പോൾ തവിയുടെ ബാക്ക് വശം വെച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇതിങ്ങനെ നല്ല വിട്ടു വരും. അപ്പോൾ സാധാരണ തവിയുടെ വായ വെച്ചിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ടയായിട്ടിരിക്കും. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കുകയാണ്. കുറച്ചും കൂടെ വേകാനുണ്ട്. ഇത് നമ്മുടെ ചീര വേകുന്ന പോലെ പെട്ടെന്ന് വേഗത്തില്ല കേട്ടോ, കുറച്ച് താമസമുണ്ട്. ഇത് തുറന്നു നോക്കാം. ഇനി ഇത് അടച്ചു വെക്കണ്ട കേട്ടോ, ഇത് അടച്ചു വെക്കാതെ തന്നെ ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പം ഇല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ആ ഒരു ഈർപ്പം പോയച്ചാൽ മാത്രം മതി. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഇളക്കുന്നതനുസരിച്ചിട്ട് ഇത് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റുന്നതാണ്. ഇതിലെ വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ പാത്രം നല്ല ചൂടായി കിടക്കുവാണ്. ഞാൻ ആ ചൂടിലിരുന്നുകൊണ്ട് ഇതിലെ ബാക്കിയും കൂടെ വെള്ളമൊന്നും നന്നായിട്ട് വറ്റണം. അപ്പോൾ നമ്മുടെ തഴുതാമ വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു തോരൻ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.